ഞാൻ സ്കൂളിൽ പോകുന്നത് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഡേറ്റ് എന്നാന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, അതിന് വരെ ഞാൻ പോകും. എനിക്ക് ആൾക്കാരുടെ അറ്റൻഷൻ ഇങ്ങനെ മേടിക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ഹോബിയായിരുന്നു. ബിനിലയുടെ അനിയത്തി ബബിതയാണ് വരുന്നത്, ഭയങ്കര പഠിപ്പിയായിരിക്കും. പിന്നെ ഇങ്ങനെ വഴക്കുറ ഇയാളാ ബിനിലയുടെ അനിയത്തി തന്നെ ആണോടോ. അന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ബ്രെയിന്റെ വലതുഭാഗം അല്ല ഇടതുഭാഗം അങ്ങനെ ചോദിപ്പിക്കാനാണ് ഞാൻ പഠിച്ചത്, ഗവൺമെന്റ് ജോലി മേടിച്ചത്. ഇവരെ കൊണ്ട് എങ്ങനെ കൈയിടിപ്പിക്കണം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയും നടപ്പാക്കുമല്ലോ. ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആ കാര്യം. എന്നെ നാട്ടുകാർക്ക് കണ്ടുകൂടാ. 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ നിർത്തും. നന്നായിട്ട് വന്ന് ചീത്ത പറച്ചില്ല. ടോർച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോർച്ചർ. അപ്പൊ ഞാൻ ബ്ലെയിം ചെയ്യും, ഫോൺ എടുത്ത് വീഡിയോ എടുക്കും. ഭയങ്കര ടോർച്ചറാണ്. നാട്ടിൽ ഇറങ്ങി നമുക്ക് ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഇല്ല സത്യം പറഞ്ഞാൽ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് ചെയ്യാം. നമ്മുടെ ഒരു മൈൻഡിന്റെ പവർ കൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. സ്ട്രോങ് ആയത് ആ ഒറ്റപ്പെടലിൽ സൈലന്റ് ആയിട്ട് ഇരുന്നിരുന്നാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് അത് ഇരുന്ന് ഉറങ്ങി കല്ലാവത്തില്ല, അതേപോലെയൊക്കെയാണ് ഞാൻ സ്ട്രോങ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടായി വരും. അതെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേന് കുറേ സൗണ്ട് യാത്ര ചെയ്തതിലൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു സേഫ് ആയിട്ട് എന്തോ എനിക്കറിയില്ല. ഈ അഭിനയം അല്ലെങ്കിൽ അഭിനയത്തിനോട് ഈ ഒരു സീരിയൽ ഷൂട്ട് കണ്ടിട്ടുള്ളവര് ഇഷ്ടമാണോ, അതല്ലാതെ സ്കൂൾ ടൈമില് അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോകുന്നത് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഡേറ്റ് എന്നാന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. ആണോ? എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ഇല്ല എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, അതിന് വരെ ഞാൻ പോകും. എനിക്ക് ആൾക്കാരുടെ അറ്റൻഷൻ ഇങ്ങനെ മേടിക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ഹോബിയായിരുന്നു. ഞാൻ വരയ്ക്കാൻ മാത്രം പോലും, പക്ഷെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ എസ്സേ റൈറ്റിംഗ്സ് ഹിന്ദി മാത്രം പോകത്തില്ല, കാരണം എന്തെങ്കിലും എഴുതണമല്ലോ. ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ എസ്സേ റൈറ്റിങ്ങിനൊക്കെ ഇങ്ങനെ പോകും. അപ്പൊ സ്കൂളിൽ ഒരു വലിയൊരു കലാ പ്രതിഭയൊക്കെ ആയിരുന്നു ചേച്ചി. അതെ ഞാൻ സ്കൂളില് ഈ ഒരു പരിപാടിയില് എനിക്ക് പഠിക്കാൻ ഞാൻ ഭയങ്കര മോശം. എന്റെ ചേച്ചി ഭയങ്കര പഠിപ്പിയാ. അപ്പൊ എല്ലാരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും. ബിനിലയുടെ അനിയത്തി ബബിതയാണ് വരുന്നത്, ഭയങ്കര പഠിപ്പിയായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കലാപരമായിട്ടുള്ള കഴിവിനെ അധികം അങ്ങോട്ട് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വഴക്കുറ ഇയാളാ ബിനിലയുടെ അനിയത്തി തന്നെ ആണോടോ. അതെല്ലാവർക്കും ഒരു ബ്രദർ ആരെങ്കിലും സിസ്റ്റർ ആരെങ്കിലും നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കമ്പാരിസൺ വന്നിരിക്കും. പക്ഷെ അന്ന് എനിക്കറിയത്തില്ല എന്റെ ബ്രെയിന്റെ വലതുഭാഗം അല്ല ഇടതുഭാഗം നമുക്ക് രണ്ട് സംഭവം ഉണ്ടല്ലോ. എനിക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഭാവന ഈ കലാപരമായിട്ടുള്ള ഭാഗമാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് പഠിക്കാനുള്ള സാധനം വർക്ക് ചെയ്യത്തേ ഇല്ല. എന്നാലും ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ച ആ ഒരു ഓർമ്മയ്ക്കൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെയാണ് വെക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുന്നതേ പരിപാടിയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഡാൻസ് എങ്ങനെ, പാട്ട് എങ്ങനെ, ഇതൊക്കെ തന്നെയായിരുന്നു ചിന്ത മൊത്തം. അല്ല ഇപ്പത്തെ വെച്ചിട്ട് പേരൻസ് എന്ന് വെച്ചാൽ കലാരംഗത്തേക്ക് വരാൻ ഭയങ്കര സപ്പോർട്ട് ആണ്. ഇപ്പൊ ആ കാലഘട്ടത്തിൽ വെച്ചാൽ പഠിത്തമാണ്, പഠിക്കുക, ജോലി, ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഉയർന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ്. ഇത് മൂന്നുമാണ് പേരൻസിന്റെ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ കുറെ കൂടെ ചിന്താഗതി മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചേച്ചിയുടെ ചിന്താഗതി മാറിയിട്ടില്ല. എപ്പോഴും കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. അത് എന്റെ കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ കലാപരമായിട്ടുള്ള വലിയ കഴിവ് ഉണ്ടെങ്കിലും അവർ പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് അത് ചെയ്യണം, സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹം ഇല്ല. എനിക്ക് സങ്കടം എന്റെ പിള്ളേരെ കാണുമ്പോ. ഓരോ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ, പക്ഷെ ഇവർക്ക് അത് ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും പഠിക്കണം. ഒന്നിക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ, ഒന്നി പഠിക്കണം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പഠിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം ഈ ചേച്ചിയുടെ ടേസ്റ്റ് മൊത്തം ഈ അഭിനയം അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, റീൽസ്, പിന്നെ ഈ സത്യം പറഞ്ഞ ഗവൺമെന്റ് ജോലി എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പഠിപ്പികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്രയും നല്ലോണം പഠിച്ചവർ മാത്രം ഗവൺമെന്റ് ജോലി മേടിക്കുന്ന ഒരു ടാഗ് ലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചേച്ചി ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ആർക്ക് വേണമെങ്കിലും കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ കിട്ടിയിരിക്കും എന്ന്. കാരണം ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. ഞാൻ അത്ര വലിയ സ്റ്റുഡിയോസ് ഒന്നും ആയിരുന്നില്ല. 12th ഒന്ന് ഞാൻ അത്ര പെർഫോം ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടോ? മാത്സ് ഫെയിൽ ആയിരുന്നു. മാത്സ് അല്ല, എനിക്ക് മാത്സ് പാടായിരുന്നു, പക്ഷെ ഫെയിൽ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളാണ് കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെ ഇപ്പത്തെ ഗവൺമെന്റ് ജോബ് മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ടാഗ് ലൈനിൽ നിന്ന് ഇപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ നിനക്ക് കിട്ടിയോ, നിനക്ക് എങ്ങനെ കിട്ടി, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിപ്പിക്കാനാണ് ഞാൻ പഠിച്ചതും ഗവൺമെന്റ് ജോലി ലൈഫിൽ ഭയങ്കര ഒരു ഫെയിലിയർ വന്നപ്പോഴത്തേനും അപ്പം നമുക്ക് ഈ എന്താണ് ഇവരെ എങ്ങനെ നമുക്ക്
അവരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഇവരെ കൊണ്ട് എങ്ങനെ കൈയടിപ്പിക്കണം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊരു ചിന്ത. പക്ഷെ ജോലിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലൈഫ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എനിക്ക് പോകണം. ആ സമയത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫാമിലി ഹസ്ബൻഡിൽ നിന്നൊക്കെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അമിതമായിട്ട് എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയും നടപ്പാക്കുമല്ലോ. അങ്ങനെ നടപ്പാക്കിയതാണ് ഗവൺമെന്റ് ജോലി. ഈ ചിലവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ ഭയങ്കര ഡൗൺ ആയിപ്പോ, 4 സൈഡിൽ നിന്ന് ആൾക്കാർ കുറ്റം പറയാ അല്ലെങ്കിൽ മെന്റലി ഡൗൺ. പക്ഷെ ചേച്ചിനെ അത് സ്ട്രോങ് ആക്കുന്ന ഒരു എന്താ ക്യാപ്സ്യൂൾ ആയിരുന്നു. ഓരോ പ്രാവശ്യം കുറ്റം കേൾക്കുന്നവരും അല്ലെങ്കിൽ ഒരേ പ്രാവശ്യം കുറ്റപ്പെടുത്തുമ്പോൾ അത് വാശിയല്ലേ ചേച്ചിയിൽ വർദ്ധിപ്പിച്ചോണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴായാലും എന്നെ ആരെങ്കിലും കുറ്റം പറയുമ്പോഴേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ. എല്ലാരും ക്ലാപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഉഴപ്പിയടിച്ചിരിക്കും. പക്ഷെ കുറ്റം കേട്ടാ എനിക്ക് പിന്നെ ഇരിക്കപ്പുറത്ത് കാണത്തില്ലേ, വർക്ക് ചെയ്യും. പിന്നെ ഭയങ്കര വാശിയാണ്. പക്ഷെ ചേച്ചി അപ്പൊ പിന്നെ പേടിക്കണ്ടായി, എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ ഹേറ്റേഴ്സ് ഭയങ്കര കുറവാ, ആരും ഇങ്ങനെ കുറ്റം പറയത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 2-3 കമന്റ്സ് നെഗറ്റീവ് വരുമ്പോഴത്തേന് ഞാൻ പിന്നെ നന്നായിട്ട് കുറച്ചും കൂടി വർക്ക് ചെയ്യും. ഈ എന്താ ഈ ചേച്ചി ആയിട്ടുള്ള എന്ന് വെച്ചാൽ സിസ്റ്റർ ഇപ്പം ഗവൺമെന്റ് ജോബാണ് മേടിച്ചത്. അപ്പൊ ചേച്ചിയുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ച വ്യക്തിയാണോ ചേച്ചി? അങ്ങനെ സിസ്റ്ററിനെ വെച്ച് കമ്പയർ, കാരണം ചേച്ചി ഓൾറെഡി നല്ലോണം പഠിക്കുന്നു, ഗവൺമെന്റ് ജോബ് കിട്ടി. അപ്പൊ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ കര കയറുന്നുള്ള ചേച്ചിക്ക് ആഗ്രഹങ്ങളും വാശികളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ചേച്ചി സർവൈവ് ചെയ്തത്? ഒരിക്കലും എന്നെ കമ്പയർ ചെയ്തിട്ടൊന്നുമില്ല എന്റെ ഫാമിലിയിൽ നിന്നാരും. പിന്നെ ഞാൻ ചെയ്തു കൂട്ടുന്ന ഓരോരോ കൊള്ളരുതായ്മകൾ കാരണം കുറ്റം പറയാൻ വഴക്ക് പറയും, അടിക്കുക വരെ ചെയ്യും. ഇപ്പോഴും എന്റെ അമ്മ എന്നെ അടിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ. പക്ഷെ എന്റെ ചേച്ചി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചേച്ചി ആയിരുന്നു എന്റെ ഇൻസ്പിറേഷൻ. കാര്യം അവൾക്ക് ആ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയപ്പം പിന്നെ അവള് നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷനിൽ ഇപ്പൊ ഗവൺമെന്റ് ജോലി ഇല്ലാത്തപ്പോ വന്ന എങ്ങനെ, ആ ജോലി മേടിച്ചതിന് ശേഷം വന്ന എങ്ങനെ എന്നുള്ളൊരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവരെ എങ്ങനെ ഇവരെ കൊണ്ടുവരാന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോ ഗവൺമെന്റ് ജോലി ആണ് ഒരു അടിപൊളി സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ നന്നായി വർക്ക് ചെയ്തതാണ്. ആക്ച്വലി പോലീസ് ആകണം എന്ന് ആഗ്രഹിച്ചാണ് പഠിച്ചതല്ലേ? കാക്കി യൂണിഫോമത്തിനോടായിരുന്നു താല്പര്യം. അത് പിന്നെ എങ്ങനെ റെയിൽവേയിലേക്ക് ഒരു പോസ്റ്റിങ്ങും കാര്യങ്ങളും, ആ ജേർണി എങ്ങനെയായിരുന്നു? അത് ഞാന് പോലീസിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫിസിക്കല് എനിക്ക് കിട്ടത്തില്ലായിരുന്നു. നല്ല മാർക്കോടുകൂടി പോലീസിന്റെ എല്ലാം പാസ്സാവും. പക്ഷെ ഫിസിക്കല് പോകുമ്പോഴത്തേന് ഞാൻ ഫെയിൽ ആയി പോവായിരുന്നു. അങ്ങനെ പോയോ? ഫിസിക്കലിന് പോയായിരുന്നു. അവസാനം അത് ഫെയിലായി. അങ്ങനെ ഭയങ്കര വിഷമം. ഫിലിമിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓടിച്ചാടി കയറണം അങ്ങനെയൊക്കെ ഉണ്ടോ? ലേഡീസിന് അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര നല്ല 7 എണ്ണം ഓങ്ങാണ്ടുണ്ട്. 7 എണ്ണത്തിൽ 5 എണ്ണം നമ്മൾ പാസ്സാവണം. അതിലെ ഏറ്റവും ടാസ്ക് കുറഞ്ഞ നമ്മൾ ഈ ഒരു ത്രോ ബോളോ അങ്ങനെ അതുപോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഷോർട്ട് പുട്ട് അതുപോലും എനിക്ക് എടുക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. പിന്നെയാണ് റെയിൽവേ എന്ന് പറഞ്ഞൊരു വന്നത്. അപ്പൊ റെയിൽവേ വന്നപ്പോഴത്തേന് എന്താ പറയാ, നമ്മള് കേരള PSCയുടെ ജോലി മേടിക്കുന്നതിലും അടിപൊളിയാണെന്നാണ് എല്ലാരും പറഞ്ഞത്. പിന്നെ കുറച്ച് നാള് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ശരി, ഓക്കെ, അവിടെ കുറച്ച് നാള് നിന്നിട്ട് ട്രാൻസ്ഫർ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് അതങ്ങ് ചൂസ് ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ചെയ്തത്. ഈ റെയിൽവേയിൽ ജോലി ഭയങ്കര സുഖകരമാണ് അല്ലെങ്കിൽ ഭയങ്കര രസമാണ്? ഒന്നുമില്ല. ഇപ്പം ചേച്ചി ഇപ്പൊ നോക്കുന്ന ഗേറ്റ് കീപ്പറിന്റെ ആണ്. എന്താ സിഗ്നൽ കിട്ടൂലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് അമർത്തി അത് വെക്കൂലേ, അങ്ങനെയൊക്കെയാണ് പുറമേ നിന്ന് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ട് റെയിൽവേ ജീവിതം? റെയിൽവേ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ പറയാ, ഞാന് ട്രാക്ക് മെയിൻറ്റൈനർ ആയിട്ടാണ് കേറുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഭയങ്കര പാടാണ്. ഈ വെയിലത്ത് നമുക്കൊരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റൂലല്ലോ. ആ വെയിലത്ത് നമ്മൾ മണിക്കൂറുകളോളം ഹെവി വർക്ക് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. വർക്ക് നമുക്ക് സഹിക്കാം, വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേറുന്നത്. എന്തായാലും വർക്ക് ചെയ്തേ പറ്റുള്ളൂ. മറ്റുള്ള മനുഷ്യന്മാരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് പഠിച്ച് ഹൈയിലേക്ക് കയറാം. റെയിൽവേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഒന്ന് കുഞ്ഞായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കയറി പോവാം, ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് മാത്രം നോക്കി നിൽക്കുന്നവർക്ക് ഇപ്പൊ ഗേറ്റ് കീപ്പർ എന്നെ സംബന്ധിച്ച് ഞാൻ 12 മണിക്കൂറായിരുന്നു ഡ്യൂട്ടി എടുത്തോണ്ടിരിക്കുന്നത്. ഈ 12 മണിക്കൂർ എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഭയങ്കര ടയേർഡാവും. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഫുള്ള് ട്രെയിനാ. നമ്മളിങ്ങനെ വെളിയിൽ ഇറങ്ങി നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്നത് ഇല്ല സത്യം പറഞ്ഞാൽ. ആർക്ക് വേണേലും എന്ത് വേണേലും വന്ന് ചെയ്യാം. നമ്മുടെ ഒരു മൈൻഡിന്റെ പവർ കൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഞാനൊക്കെ ബാഹുബലിയുടെ കണക്കാണ് നിൽക്കുന്നത്. എല്ലാവരുടെയും വിചാരം ഞാനെന്തോ ഭയങ്കര ദുഷ്ടയാണ്, അവളുടെ അടുത്തോട്ട് ചെന്ന് അവള് കൊന്നു കളയുന്ന. പക്ഷെ ഉള്ളില് പേടിയാ, പക്ഷെ നമുക്ക് പുറമെ കാണിക്കാൻ പാടില്ലല്ലോ. ഒരു സാധനത്തിലാണ് നിൽക്കുന്നത്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ വരും, അത് നമ്മൾ എങ്ങനെയെങ്കിലും നോക്കണം. പിന്നെ എപ്പോൾ വേണമെങ്കിലും ട്രെയിൻ ഇടിച്ച് ആരെങ്കിലും മരിക്കാം. ട്രെയിനിൽ നിന്ന് ആളൊക്കെ വീട് ചത്തിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പേടിച്ചിരിക്കണം. പിന്നെ നമുക്ക് എനിക്കെന്ന് പറഞ്ഞാല് പിന്നെ 3 ഡേ ഡ്യൂട്ടി 3 നൈറ്റ് ഡ്യൂട്ടീന്റെ ഇടയിൽ ഒരു ഫുൾ ഡേ റെസ്റ്റ് ഇല്ല. അങ്ങനെ ചെന്ന് നമ്മൾ പെടുന്ന ഒരു നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ അവേഴ്സും നമ്മുടെ ഒരു സെക്ഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ റെയിൽവേ ജോലി. സുഖമാണോ സുഖമല്ലേ, അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യപരീക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഹോളിഡേസ് അങ്ങനെ വീക്ക്ലി 1 ഡേ ഓഫ് അങ്ങനെ ഒന്നും നിങ്ങൾക്കില്ല? റെയിൽവേക്ക് ട്രെയിൻ എന്തെങ്കിലും നിർത്തിയിടുന്നുണ്ടോ? കൊറോണ സമയം മാത്രമേ ഞങ്ങൾ ഓഫ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും നമ്മൾ വർക്കിംഗ് ആണ്. ശരിയാ, കറക്റ്റ് ആയിട്ടോ. ട്രെയിൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു റെസ്റ്റ് വരാറുണ്ട്. അത് ഞങ്ങൾക്കാണ് ഇത്ര ഡ്യൂട്ടി അവേഴ്സ്. അവര് പറയുന്ന അവർക്ക് ഓരോരോ കാരണങ്ങളാണ്, ഇതുകൊണ്ടാ അതുകൊണ്ടാ. പക്ഷെ ഞങ്ങൾ ശരിക്കും കിടന്ന് കഷ്ടപ്പെടുവാണ്, മനുഷ്യന്മാർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ റെയിൽവേ ഇപ്പൊ ഗേറ്റ് കീപ്പറിന്റെ ആകുമ്പോഴത്തേനും ഒരു നാനൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ അവിടെ അല്ലേ എങ്ങനെയല്ലേ ഇരിക്കുന്നത്? അപ്പൊ അവിടെ എത്ര ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ നല്ല തിരക്കുള്ള ജംഗ്ഷൻ ആണെങ്കിൽ അല്ലേ പെട്ടെന്ന് ട്രെയിൻ മൂവ് ആവുള്ളൂ. അല്ലെങ്കിൽ വിജനമായ സ്ഥലത്താണെങ്കിൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കണേ. അപ്പൊ ആ ടൈമിൽ എങ്ങനെ ടൈം പാസ്? റേഞ്ച് ഉള്ള സ്ഥലത്താണോ? ഫോൺ യൂസ് ചെയ്യാമോ? അങ്ങനെയൊക്കെ ഡ്യൂട്ടി? ഫോൺ യൂസ് ചെയ്തുകൂടാന്നാണ് നിയമപരമായിട്ട്. പക്ഷെ നമുക്ക് ഫോൺ കൂടി ഇല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടല്ലോ ഇരുന്നങ്ങ് പ്രതിമയായി പോകും. അതായിരിക്കും അവസ്ഥ. മിണ്ടാനും ഇല്ല, പറയാനും ഇല്ല. ഞാനെന്ന് വെച്ചാൽ ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഭയങ്കര സ്ട്രോങ് ആയത് ആ ഒറ്റപ്പെടലില് സൈലന്റ് ആയിട്ട് ഇരുന്നാണ്. ഇല്ല നമ്മള് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് അത് ഇരുന്ന് ഉറഞ്ഞ് കല്ലാവത്തില്ലേ, അതേപോലെയൊക്കെയാണ് ഞാൻ സ്ട്രോങ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒറ്റയ്ക്ക് ആരുമില്ല മിണ്ടാനും പറയാനും, മനുഷ്യന്മാരെ കാണുന്ന തന്നെ ട്രെയിനകത്ത് ഇങ്ങനെ പോകുന്നത് മാത്രം. അപ്പൊ അങ്ങനെ ബാക്കിൽ ചിലയിടത്തൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരുത്തതും ഇല്ല. നമ്മൾ അങ്ങനെ ആരെയും അടുപ്പിക്കില്ല. കാര്യം ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്ത് ചോദ്യം വരും. ആരെയും നമ്മളങ്ങനെ ഇരിക്കാനൊന്നും അലോ ചെയ്യാൻ പാടില്ലെന്നാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് ഇത് ആരാ എന്തോ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടാണ്, ഞാൻ കൂട്ടത്തിലിരിക്കുമ്പോഴാണ് എന്റെ ചിരിയും സന്തോഷവും എല്ലാം, ഒറ്റപ്പെടലാണ് ഫുൾ ടൈം, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാൻ ഭയങ്കര ഗ്ലൂമി ആണ് എന്ന് ഞാൻ ഒരു ഇന്റർവ്യൂല് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കേട്ടിരുന്നു. കൂട്ടത്തിലിരിക്കുമ്പോ എന്ന് വെച്ചാൽ ആ കുട്ടി ചോദിച്ചത് ഭയങ്കര എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് കൂട്ടത്തിൽ ഇരിക്കൽ കുറവാണ്, എപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പം ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന ആ ഒറ്റപ്പെടുന്ന ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കൂട്ടത്തിലിരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ അതിന് ഒരു കുറച്ച് സമയം എനിക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞു എനിക്ക് ഈ സൗണ്ടുകൾ കേൾക്കുമ്പോഴത്തേന് ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടായി വരും. അതെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേന് കുറേ സൗണ്ടുകളും കുറേ ആളുകളുടെ ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രസ്ട്രേഷൻ പോലെ തോന്നാറുണ്ട്. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്ന് അതിന്റെ ആ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു പോയി. ഈ ട്രെയിനിന്റെ അടുത്ത് അല്ലെങ്കിൽ റെയിൽവേ പാളത്തിന്റെ അടുത്ത് വീടുള്ളവർക്ക് ട്രെയിനിന്റെ ഒച്ച കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ആ ഒരു ഒച്ച കേട്ടാതെ സുഖം വരുള്ളൂ. അങ്ങനത്തെ അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിൽക്കുമ്പോ ആ ട്രെയിനിന്റെ കൂവിളി കേട്ടില്ലെങ്കിൽ? ഇടയ്ക്ക് എനിക്ക് കേൾക്കണമെന്ന്, എനിക്ക് ഇടയ്ക്കൊന്ന് യാത്ര ചെയ്തതിലൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു സേഫ് ആയിട്ട് എന്തോ എനിക്കറിയില്ല, ഒരു കണക്ഷൻ ഉണ്ട്, റെയിൽവേ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ട് ഭയങ്കര തമാശ ഉണ്ടായ, നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കിടന്ന് നന്നായി ഉറങ്ങി. അപ്പൊ വീടിന്റെ അടുത്ത് തന്നെ ഈ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിനിന്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഗേറ്റിലെങ്ങാണ്ട് ഇരുന്ന് ഉറങ്ങുവാന്ന് പറഞ്ഞ് ഞാൻ ചാടി എണീറ്റ്, അയ്യോ വണ്ടി, ഞാൻ ഗേറ്റ് അടച്ചില്ല, ഇങ്ങനെ എണീറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. 2-3 വട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്രയും പ്രഷറിലായിരിക്കുന്നത്. എങ്ങാണം ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയാൽ തീർന്നു. അപ്പൊ അടുത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. സ്കൂൾ ബസ്സിന് ഇടിച്ചിട്ട് 4 കുട്ടികൾ. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആ. കാര്യം എന്നെ നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഞാൻ വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഗേറ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞാൻ അവരെ 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ നിർത്തും. നന്നായിട്ട് വന്ന് ചീത്ത പറിച്ചില്ല. ടോർച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോർച്ചർ. അപ്പൊ ഞാൻ നന്നായിട്ട് തിരിച്ച് കണ്ണൂരിട്ടി ദേഷിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഫോൺ എടുത്ത് വീഡിയോ എടുക്കും. ഭയങ്കര ടോർച്ചറാ നാട്ടുകാരെ കൊണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവര് പറയുന്നിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ വേണേ അറിയാൻ പറ്റൂല, ഏതെങ്കിലും വണ്ടി വന്ന് ബ്ലോക്കായി വണ്ടി വന്ന് കയറി തീർന്നു, നമ്മള് ജയിലിലിരിക്കണം. ജയിലിലിരിക്കുന്നതിനെക്കാട്ടി സഹിക്കാൻ ആളുകളുടെ ജീവനാണ്. അപ്പൊ ഞാൻ അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ ഡ്യൂട്ടി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ സംസാരിച്ച അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആവും.
ആവൂല. ഇതിപ്പോ അന്യ നാട്ടിൽ പോകുമ്പം അവിടത്തെ ആൾക്കാര് എന്താ ചെയ്യ, ഭയങ്കര കോമഡിയാണ് എന്റെ തമിഴായിട്ട് ഓടും. അതാ ഞാൻ ചോദിച്ചു തമിഴിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു. തമിഴിലൊരു 3-4 സെന്റൻസ് ഒക്കെ പറഞ്ഞത് ആൾക്കാർ ഇപ്പൊ ഗേറ്റ് തുറക്കുന്നു ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും, എങ്ങനെയായിരിക്കും തമിഴിൽ എന്നെ പറഞ്ഞ് കൂളാക്കുന്നത്? ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ വണ്ടി കൊണ്ടുവന്ന് അങ്ങോട്ട് ഗേറ്റ് അടച്ചിട്ടേ കാണത്തുള്ളൂ, ഇവര് വന്നിട്ടേ ഉണ്ടാകത്തുള്ളൂ. എന്താ പക്കം വണ്ടി, എന്താ പക്കാന എന്നാ വെയിറ്റ് പണ്ണുങ്ക. ഞാൻ പറയാം നോക്കിക്കോ, അങ്ങനെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യും, നീ എന്നെ വെള്ളം പണ്ണുങ്ക. അയ്യോ ഭയങ്കര എന്നിട്ട് അവര് പറയും അന്ത പൊണ്ണുതാ വേല ടോർച്ചറാർക്ക് ഇങ്ങൊരു തൊട്ടി പോട്ടിങ്കേ പഠിക്കാം. ഓപ്പണേ പണ്ണ സത്യം, ഞാൻ തുറക്കത്തേൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ആയാലും ഒരു ചെയർ വലിച്ച് അവിടെ വെളിയിൽ ഇരുന്നിട്ട് ഒരു കോഫി എടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോഴേ മഴയൊക്കെ ഉള്ളപ്പോഴാണ് അകത്ത് കയറി ഇങ്ങനെ കാണുന്ന മയങ്ങിപ്പോയാ ഭയങ്കര ടെൻഷനാ. ആ ഫോണിന്റെ റിങ് കേൾക്കുമ്പോഴേ നെഞ്ചു ശരീരം എല്ലാം അങ്ങ് തളരും, പേടിയാ. എങ്ങനെയായിരിക്കും നിങ്ങളുടെ സിഗ്നൽ? എങ്ങനെയായിരിക്കും? സിഗ്നൽ ഗേറ്റ് അല്ല, അതാ ഇത്രയും ടെൻഷൻ. സിഗ്നൽ ആണെങ്കിൽ നമുക്ക് സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. പക്ഷെ സിഗ്നൽ ഗേറ്റ് അല്ലാത്തടത്ത് വണ്ടി ത്രൂ വരും. നമ്മുടെ ഗേറ്റ് ക്ലോസ് ആണോ ഓപ്പൺ ആണോ ചിലപ്പോ ലോക്കോ പൈലറ്റിന് കാണാൻ പറ്റൂല. അത്രയും ഡിസ്റ്റൻസിലാണെങ്കിലേ ചിലപ്പോ അവർ ചിലപ്പോ ശ്രദ്ധിക്കത്തുമില്ല. ആക്സിഡന്റ് ഭയങ്കരമായിട്ട് കൂടാനുള്ള എപ്പോഴും പേടിയാണ്, ഭയങ്കര റിസ്കി റിസ്ക്കാണ്. എപ്പോഴും പേടിയാ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഞാൻ എന്നോട് തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുക സൂക്ഷിക്കണം, അല്ലെ ജയിലിൽ കിടക്കേണ്ടി വരും. അതെ അതെ അതെ. ഈ സാധാരണ ഒരുപാട് ട്രോൾസിലും മൂവീസിലൊക്കെ ഇങ്ങനെ കാണാൻ ഗവൺമെന്റ് ജോലി സുഖല്ലേ, പെൻഷൻ പറ്റാൻ ജീവിതകാലം മൊത്തം ഫുൾ സെക്യൂർഡ് ആണ്. ലൈഫിൽ ഒന്നും ചെയ്യാത്തവർക്ക് പറ്റിയ വേറൊന്നും ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്തവർക്ക് പറ്റിയ സേഫ് സോൺ ആണ് ഗവൺമെന്റ് ജോലി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ചിലപ്പോ എന്നെ കുറെ പേര് ചീത്ത പറയായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയത് കാര്യം എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാ. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്നെ ഇങ്ങനെ ചങ്ങലയ്ക്ക് കെട്ടി ഇവിടെ ഇട്ടിരിക്കുക. ഇപ്പോഴും വീട്ടില് ഞാൻ ഇപ്പൊ കുറച്ചാളുകൊണ്ട് ആബ്സെന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ വീട്ടില് ജോബിന് ബ്രേക്ക് എടുത്ത് ഇപ്പൊ വീണ്ടും ആബ്സെന്റ് ആയി. കഴിഞ്ഞ വർഷം ഇതേ സമയം കുട്ടികൾക്ക് വെക്കേഷൻ വരുമ്പോ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവര് ലീവ് തരത്തില്ല കറക്റ്റ് ആയിട്ട്. എന്റെ അമ്മയ്ക്ക് സുഖമില്ല. അവന്മാർക്കാണെങ്കിൽ എപ്പോഴും പറയും ഞങ്ങൾക്ക് മാത്രം അമ്മയില്ല, എന്റെ കൂട്ടുകാർക്ക് എല്ലാം അമ്മയുണ്ട്, പേരന്റ്സ് മീറ്റിങ്ങിന് എല്ലാ അമ്മമാര് വരും, ഞങ്ങൾക്ക് മാത്രം അമ്മയില്ല എപ്പോഴും പറയാം. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് എങ്കിലും നമ്മൾ കൂടെ നിൽക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ലീവ് ചോദിച്ചാൽ തരാത്തോണ്ട് ഞാൻ ശരിന്നാ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോരുന്ന വീണ്ടും ആബ്സെന്റ് ആണ്. എത്ര നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ 1 ഇയർ ആബ്സെന്റ് എടുക്കാം നമുക്ക്. എത്ര മന്ത് വരെ? 1 ഇയർ ഒക്കെ ആബ്സെന്റ് എടുക്കുന്നവരുണ്ട്. നമ്മള് ജോലിന്ന് എടുത്ത് പറിച്ചു കളയാനൊക്കെ പറ്റൂല. നമ്മള് റീസൺ കാണിക്കണം. റീസൺ കാണിച്ചിട്ട് ശേഷം എന്തായിരിക്കും റീസൺ? ഇപ്പൊ കാണിച്ചേക്കുന്ന റീസൺ എന്റെ ഭഗവാനെ ഞാനിത് ഇന്റർവ്യൂല് പറഞ്ഞിട്ട് എന്തെങ്കിലും റീസൺ കാണിക്കണം. എന്തായാലും ഞാനൊരു സിംഗിൾ മോം അല്ല, എനിക്ക് എന്റെ ഫാമിലിയാണ് എനിക്ക് വലുത്. അപ്പൊ എന്റെ കുട്ടികള് ഇപ്പൊ അവരൊക്കെ ആവശ്യമുണ്ട്. ഞാൻ മറ്റേ സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഇപ്പം മൂത്ത മോൻ ഇപ്പൊ ജസ്റ്റ് ജോയിൻ ആയിട്ടേ ഉള്ളൂ. അപ്പൊ അവന്റെ സ്റ്റഡീസും അവന്റെ കാര്യങ്ങളൊന്നും സെറ്റ് ആക്കിയാലേ എനിക്ക് അവിടെ പോയി സമാധാനമായിട്ടിരിക്കണം. അല്ലെ 2 പിള്ളേരുടെ അമ്മ ഇവിടെ ടോർച്ചർ ചെയ്യും. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖം വരുന്നത്. അപ്പൊ അങ്ങനെ മൂത്ത കുട്ടി ഇപ്പൊ എന്താ +1 ജോയിൻ ആയി. +1 ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ 10th ഒക്കെ കഴിഞ്ഞാൽ വലിയൊരു കടമ്പ അവർ കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ആഗ്രഹം എന്തെങ്കിലും പറഞ്ഞോ ഇപ്പഴേ? എന്ന് വെച്ചാൽ +1 10th കഴിഞ്ഞിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. ഇനി എന്ത് +2 കഴിഞ്ഞിട്ട് എങ്ങനെ, 12th കഴിഞ്ഞിട്ട് എങ്ങനെ, അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പളേ പ്ലാനിങ് ആണോ? ഇപ്പൊ അമ്മയുടെ ഈ ജീവിതം കണ്ടിട്ട് ഇപ്പളേ കുട്ടികൾ പ്ലാനിങ് ചെയ്താണോ പോകുന്നത്? എങ്ങനെയാണ്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും 18 വയസ്സ് കഴിഞ്ഞ് 5ന്റെ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ ടോർച്ചർ ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് മൂത്താവൻ പറയുന്നുണ്ട് എനിക്ക് +1 +2 2 വർഷം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു, എന്തെങ്കിലും ജോബ് ഓറിയന്റഡ് കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് ജോലിക്ക് കയറണമായിരുന്നു. എന്നിട്ട് ഓരോന്ന് ചോദിക്കും അമ്മ ലോക്കോ പൈലറ്റിന് എങ്ങനെ ശമ്പളം, ഗവൺമെന്റ് ജോബ് താല്പര്യമുണ്ട് അങ്ങനെ ചോദിക്കും. ഞാൻ പറയാം എനിക്ക് പട്ടാളത്തിലൊക്കെ വിടാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു. പോലീസ് ഞാൻ പറഞ്ഞു വേണ്ട, ഭയങ്കര ഇതായി. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ നീ പഠിച്ച് ചേർന്നോ, ഞാൻ ടോർച്ചർ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒരു ലക്ഷ്യം വെച്ച് വേണം ജീവിതം പോവാൻ. അതിനി പഠിത്തമായാലും ശരി എന്ത് കാര്യമായാലും ഒരു ലക്ഷ്യം വേണം. വെറുതെ ഇങ്ങനെ ഫോണിനകത്ത് കുത്തി ഇങ്ങനെ രസിച്ച് പിള്ളേരുടെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറും. എന്താവും. പക്ഷെ കൊള്ളാം, പിള്ളേര് ഇപ്പൊ വന്ന് നല്ല നല്ല മെച്യൂർഡ് ആയിട്ടൊക്കെ സംസാരിക്കും.